ഭരണഘടനാ ശില്പി ഡോക്ടർ ബി.ആർ. അംബേദ്കറിനെ കുറിച്ച് രാജ്യസഭയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ നടത്തിയ പരാമർശത്തിൽ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം. ഇതേച്ചൊല്ലി ഭരണ പ്രതിപക്ഷ വാക്പോര് തുടരുന്നു. ഷായെ പിന്തുണച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത് വന്നു. അംബേദ്കറുടെ പേര് ആവർത്തിച്ച് പറയുന്നത് ഇപ്പോൾ ഒരു ഫാഷനാണെന്നും പകരം ദൈവത്തെ വിളിച്ചിരുന്നെങ്കിൽ സ്വർഗം ലഭിക്കുമായിരുന്നുവെന്നാണ് പരാമർശം. അംബേദ്കറെ അമിത് ഷാ അപമാനിച്ചെന്ന് ചൂണ്ടിക്കാട്ടി രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, മല്ലികാർജുന ഖാർഗെ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി അംബേദ്കറുടെ ചിത്രവുമേന്തി പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധിച്ചു. രാവിലെ രാജ്യസഭയിലും ലോക്സഭയിലും വിഷയം ഉയർത്തി. ഇന്ത്യ മുന്നണി സർക്കാർ വിശദീകരണം തള്ളിയ പ്രതിപക്ഷ ബഹളത്തിൽ സഭകൾ സ്തംഭിച്ചു. മനുസ്മൃതിയെ പിന്തുടരുന്നവർക്ക് അംബേദ്കറെ അംഗീകരിക്കാനാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ്, തൃണമൂൽ നേതാക്കളായ ഡെറിക് ഒബ്രെയിൻ തുടങ്ങിയവരും ഷായുടെ പ്രസ്താവനയെ അപലപിച്ചു. ഇതിനിടെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ മോദിയും അമിത് ഷായും കൂടിക്കാഴ്ചയും നടത്തി. പിന്നാലെ പ്രധാനമന്ത്രിയുടെ വീഡിയോ സന്ദേശവും വർഷങ്ങളോളം ചെയ്ത തെറ്റുകൾ നുണകൾ കൊണ്ട് മറയ്ക്കാൻ കഴിയുമെന്ന് കോൺഗ്രസ് ചിന്തിക്കുന്നുവെങ്കിൽ തെറ്റി. അംബേദ്കറെ തുടർച്ചയായി അപമാനിച്ചവർ പാരമ്പര്യം അവകാശപ്പെടേണ്ട. 2 തവണ തിരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കുകയും നെഹ്റു അദ്ദേഹത്തിനെതിരെ പ്രചരണം നടത്തുകയും ഭാരതരത്ന നിഷേധിക്കുകയും പാർലമെന്റിനെ സെൻട്രൽ ഹാളിൽ ഛായാചിത്രം വെച്ചില്ലെന്നുമൊക്കെ നിരവധി കാര്യങ്ങൾ മോദി പറഞ്ഞു. എന്നാൽ അമിത് ഷായുടെ രാജി തേടി പ്രതിപക്ഷം നിൽക്കുമ്പോൾ 15 വർഷം കഴിഞ്ഞ് രാജി എന്ന നിലപാടുമായി അമിത് ഷാ. ഖാർഗെയെ സന്തോഷിപ്പിക്കാൻ വേണമെങ്കിൽ രാജിവെക്കാം, പക്ഷേ 15 വർഷം അദ്ദേഹം ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് ഇരിക്കേണ്ടി വരും. രാജ്യസഭയിലെ പ്രസംഗം വളച്ചൊടിച്ചു. അംബേദ്കർ ആദർശങ്ങൾ പിന്തുടരുന്ന പാർട്ടിക്കാരനാണ്. പുറത്ത് ഭരണ പ്രതിപക്ഷ വാക്പോര് മൂക്കുന്നതിനിടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനെ കണ്ടെത്താനുള്ള പാനൽ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത് ഷാ, പ്രതിപക്ഷ നേതാക്കളായ രാഹുൽ ഗാന്ധി, മല്ലികാർജുന ഖാർഗെ എന്നിവർ ഒരു മുറിയിൽ ഒന്നിച്ചിരുന്നു.